കൊമേഴ്സ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് പ്രോഫിറ്റ്, ലോസ്, ഇൻകം, ഗൂഡ്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ 4 കാറ്റഗറി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ലോസ് എന്ന് പറഞ്ഞാൽ നഷ്ടം എന്താണെന്ന് നമുക്ക് നോക്കാം. It is the gross decrease in the asset or gross increase in the liability. എന്ന് വെച്ചാൽ ഗ്രോസ് ഡിക്രീസ് ആവുന്നതാണ് അസറ്റ് ഡിക്രീസ് ആവുമ്പോൾ, അതായത് കുറയുമ്പോൾ ലയാബിലിറ്റി കൂടും ചെയ്യുമ്പോഴാണ് നമുക്ക് ലോസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ദി എക്സസ് ഓഫ് എക്സ്പെൻസ് ഓവർ റവന്യൂ. വെച്ചാൽ എക്സ്പെൻസ് കൂടും റവന്യൂ കുറയും. റവന്യൂ കാട്ട് എക്സ്പെൻസ് കൂടുതലായിട്ട് വരും. ഇറ്റ് റെപ്രസെൻറ്റ്സ് റിഡക്ഷൻ ഇൻ ഓണേഴ്സ് ഈക്വിറ്റി. എന്ന് വെച്ചാൽ ഓണേഴ്സ് ഈക്വിറ്റിയിലാണ് ഇത് ബാധിക്കുന്നത് ലോസ് വന്നാൽ. അപ്പോൾ ഓണേഴ്സിൻ്റെ ഈക്വിറ്റി എന്ന് പറഞ്ഞാൽ ഇന്നലെ പഠിച്ചുള്ള ക്യാപിറ്റലാണ്. സോ ആ ക്യാപിറ്റലിലാണ് നമുക്ക് റിഡക്ഷൻ വരുന്നത്. ലോസ് ബ്രിങ്സ് നോ ബെനിഫിറ്റ് ഇൻ ടു ദ ബിസിനസ്. ലോസ് വന്നിട്ട് ബിസിനസ്സിലേക്ക് ഒരു ബെനിഫിറ്റും കൊണ്ടുവരത്തില്ല. എക്സാമ്പിൾ, ലോസ് ബൈ ഫയർ എന്ന് വെച്ചാൽ നമ്മൾ തീ വിടുത്താം. ലോസ് ബൈ തെഫ്, എന്തെങ്കിലും മോഷണമൊക്കെ നടക്കുവാണെങ്കിൽ അത്. പിന്നെ വേറാസ് എക്സ്പെൻസ് ബ്രിങ് ഇൻ ബെനിഫിറ്റ് ടു ദ ബിസിനസ്, ഗെറ്റിംഗ് ദി സർവീസ് ഓഫ് വർക്ക്മെൻ ഫോർ വേജസ്, ഗെറ്റിംഗ് അക്കോമഡേഷൻ ഫോർ റെൻറ്റ് എക്സെട്ര. സർവീസ് വേറാസ് എക്സ്പെൻസ് വന്നിട്ട് നമുക്ക് ബെനിഫിറ്റ് കൊണ്ടുവരുന്നത് എന്ന് വെച്ചാൽ ഗെറ്റിംഗ് സർവീസ് ഓഫ് വർക്ക്മാൻ്റെ ജോലിക്കാരൻ്റെ സർവീസായിട്ട്, അതൊക്കെ ഫോർ വേജസ് കൊടുക്കാനും ഗെറ്റിംഗ് അക്കോമഡേഷൻ കിട്ടുമ്പോഴും അങ്ങനെയൊക്കെയാണ് നമുക്ക് ഇത് വരുന്നത്. റെൻറ്റ് ആ രീതിയിലാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അതാണ് ലോസ്. ഇനി നമുക്ക് ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതാണ്. ഇൻകം ഈസ് ദി ഇൻക്രീസ് ഇൻ ദി നെറ്റ് വർത്ത് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഇൻകം വന്നിട്ട് ഇൻക്രീസ് ചെയ്യാൻ, നെറ്റ് വർത്തൊക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഓർഗനൈസേഷനിൽ. either ഫ്രം ബിസിനസ് ആക്ടിവിറ്റി ഓർ അതർ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ബിസിനസ്സിലോ അല്ലെങ്കിൽ അല്ലാത്ത എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻകം കിട്ടുന്നത്. ഇറ്റ് ഈസ് എ കോമ്പൻസേറ്റീവ് ടേംസ് ആൻഡ് ഇൻക്ലൂഡ്സ് പ്രോഫിറ്റ് ആൾസോ ഇൻ അക്കൗണ്ടിങ്. എന്നുവെച്ചാൽ ഇത് വന്നിട്ട് അക്കൗണ്ടിങ്ങിൽ പ്രോഫിറ്റൊക്കെ ഇൻക്ലൂഡ് ആവും. ഈ ഇൻകമിൽ പ്രോഫിറ്റ് എല്ലാം നമുക്ക് ഇൻക്ലൂഡ് ആവും. ഇറ്റ് ഈസ് ദി പൊസിഷൻ ചേഞ്ച് ഇൻ ദി വെൽത്ത് ഓഫ് ദി ഫേം ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഇത് വന്നിട്ട് പൊസിഷൻസൊക്കെ മാറ്റുന്നതായിരിക്കും ഒരു പീരീഡ് ഓഫ് സമയത്ത് വരെ. ഓക്കെ, ബിക്കോസ് ഇൻകം എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതാണല്ലോ. സോ അതുകൊണ്ട് തന്നെയാണ് ഇത് നമുക്ക് പൊസിഷൻസൊക്കെ ചേഞ്ച് ആക്കാനും അതേപോലെ തന്നെ വെൽത്ത് ഓഫ് ദി ഫേം ഓവർ കുറേ പീരീഡ് വരെ നമുക്കിതിന് ടൈം ഇതാക്കാനായിട്ട് പറ്റും, പീരീഡ് ഓഫ് ടൈം. ഓക്കെ, അടുത്തത് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ലാഭം. പ്രോഫിറ്റ് ഈസ് ദി എക്സസ് ഓഫ് റവന്യൂ. റവന്യൂ നമുക്ക് കിട്ടുന്ന റവന്യൂവിനെക്കാട്ടിലും കൂടുതൽ വരുന്നതാണ് നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓവർ എക്സ്പെൻസിനെക്കാട്ടിലും കൂടുതൽ ഇൻ അക്കൗണ്ടിങ് ഇയർ എന്ന് വെച്ചാൽ ഒരു വർഷത്തെ അക്കൗണ്ടിങ് ഇയർ. ഓക്കെ, ഇറ്റ് റീപ്രസെൻറ്റ്സ് ഇൻക്രീസ് ഇൻ ഓണേഴ്സ് ഈക്വിറ്റി എന്ന് വെച്ചാൽ ഓണേഴ്സ് ഈക്വിറ്റിയും കൂടി ഇൻക്രീസ് ആക്കും. സോ അവർക്ക് കിട്ടുന്ന ക്യാപിറ്റലിനെക്കാട്ടിലും കൂടുതലായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനെക്കാട്ടിലും ചിലവും വരവും എല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു എമൗണ്ടാണ് നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതും ഇതാക്കാനായിട്ട് ഓണേഴ്സിനായിരിക്കും ഇത് വരിക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഗൂഡ്സ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ. ഗൂഡ്സ് റെഫേഴ്സ് ടു കമോഡിറ്റി, പ്രൊഡക്ഷൻ, ആർട്ടിക്കിൾസ് ഓർ തിങ്സ്. എന്ന് വെച്ചാൽ ഗൂഡ്സ് എന്ന് പറഞ്ഞാൽ കമോഡിറ്റി എന്ന് പറഞ്ഞാൽ ചരക്കുകളാണ്. ഓക്കെ, ആ ചരക്കുകളും എന്തെങ്കിലും പ്രോഡക്റ്റ് സാധനങ്ങളോ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് എന്തെങ്കിലും ആർട്ടിക്കിൾസോ ഓർ തിങ്സ് എന്തെങ്കിലും സാധനങ്ങൾ ഇൻ വിച്ച് ട്രേഡർ ഡീൽ ചെയ്യാൻ പറ്റുന്നതാണ് ഗൂഡ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇൻ അതർ വേർഡ്സ് ദേ റെഫർ ടു കമോഡിറ്റീസ് വിച്ച് ആർ പർച്ചേസ് ആൻഡ് എന്ന് വെച്ചാൽ വേറെയൊക്കെ വന്നിട്ട് നമുക്ക് കമോഡിറ്റി അതായത് ചരക്കുകളൊക്കെ ബന്ധപ്പെട്ടിട്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഒരു കമ്പനി മാനുഫാക്ചർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങോട്ട് വരും പർച്ചേസൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിന് നമുക്ക് ചരക്കുകളെന്നാണ് പറയുക. സോ അപ്പോൾ അതൊക്കെ ആർ മോസ്റ്റ് ഫോർ സെയിൽ എന്ന് വെച്ചാൽ മെൻറ്റ് ഫോർ സെയിൽ, റീസെയിൽ എന്ന് വെച്ചാൽ അത് റീസെയിൽ നമ്മളിപ്പോൾ തിരിച്ച് വിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ സാധനങ്ങൾ മേടിച്ചിട്ട് അത് വിൽക്കാനായിട്ട്. ഇവൻ മാനുഫാക്ചർ ആണെങ്കിൽ മാനുഫാക്ചറിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് നമ്മളത് പർച്ചേസ് ചെയ്യുക, പിന്നെ റീസെയിൽ ചെയ്യുക. അതിനാണ് നമ്മൾ ഈ ഗൂഡ്സ് എന്ന് പറയുന്നത്. പിന്നെ എക്സാമ്പിൾ വന്നിട്ട് ഫോർ എ സ്റ്റേഷനറി മർച്ചൻറ്റ്. ഇപ്പോൾ സ്റ്റേഷനറി നമ്മൾ ഓഫീസിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്റ്റേഷനറി ആർട്ടിക്കിൾസ് മേടിക്കാനായിട്ട് ലൈക്ക് പെന്ന്, പെൻസില്, ബുക്ക് എക്സെട്ര ഇതൊക്കെയാണ് അവരുടെ ഗൂഡ്സ് വരുന്നത്. സ്റ്റേഷനറി മർച്ചൻറ്റിന് ഇതൊക്കെയാണ് അവർ വിൽക്കുന്നത്.
is goods. ഓക്കെ, പിന്നെ രണ്ടാമത്തെ എക്സാമ്പിൾ വന്നിട്ട് ഫോർ എ ഫർണിച്ചർ ഡീലർ. ഫർണിച്ചർ കടയിലാണെങ്കിൽ അവർക്ക് വരുന്നത് ആർ ഇസ് ഗൂഡ്സ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് വരുന്നത് ഫർണിച്ചർ ഐറ്റംസ് ലൈക്ക് സച്ച് ആസ് ടേബിൾ, ചെയർ, ഇതൊക്കെയാണ്. പിന്നെ ഓഫീസിൽ വരുന്ന കമ്പ്യൂട്ടർ ടേബിൾ, അതൊക്കെയാണ് ഇവിടെ ഫർണിച്ചർ വരുന്നത് എക്സെട്ര. ആർ ഇസ് ഗൂഡ്സ്. ദേ ആൾസോ ഇൻക്ലൂഡ് കമോഡിറ്റീസ് പർച്ചേസ്ഡ് ഫോർ മെയ്ഡ് ആൻഡ് സെയിൽ. എന്നുവെച്ചാൽ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് സാധനം മേടിച്ച് മറിച്ച് വിൽക്കുക. അതാണ് നമ്മൾ ചെയ്യുക. സെയിൽ ഫോർ കറക്റ്റ് അക്കൗണ്ടിങ് ഓഫ് ഗൂഡ്സ്. അക്കൗണ്ടിങ് ഓഫ് ഗൂഡ്സിന് വേണ്ടിയിട്ട് നമ്മളത് കറക്റ്റായിട്ട് ഇത് ചെയ്യുക. ദേ ആർ കോൾഡ് ബൈ ഡിഫറെൻറ്റ് നെയിംസ്. അതൊക്കെ വേറെ വേറെ പേരുകളിലാണ് വിളിക്കുന്നത്. നെയിംലി പർച്ചേസ്, സെയിൽ, പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ ആൻഡ് സ്റ്റോക്ക്. ഇതൊക്കെയാണ് നമുക്ക് വരുന്നത്. പർച്ചേസ്, റിട്ടേൺ, സെയിൽസ് റിട്ടേൺ, സ്റ്റോക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയ ഇത്രയാണ് നമ്മൾ നോക്കിയിരുന്നത്. അതായത് ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി നമുക്ക് പഠിക്കാം. ഓക്കെ, ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ സോഷ്യൽ മീഡിയ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഫസ്റ്റായിട്ട് പിൻ ചെയ്തും വെച്ചേക്കാം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ആദ്യത്തെ ചാനലായ ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ്, മോട്ടിവേഷണൽ, ഗ്രാമർ എന്നീ ക്ലാസ്സുകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റായിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. സോ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ അതിൻ്റെ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റായിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. സോ നിങ്ങൾ ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതിൽ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ടൊക്കെ പറയുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അത് ഓൺലൈനിലും ഓഫ്ലൈനിലും ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിനൊക്കെ ഒന്ന് എൻ്റെ ഈ ക്ലാസ്സുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കത് യൂസ്ഫുൾ എന്ന് തോന്നുവാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതിലും ഞാൻ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അത് ഞാൻ റിപ്ലൈ തന്നിട്ട് ഞാൻ എൻ്റെ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ കഴിഞ്ഞ 4 ക്ലാസ്സുകൾ ഞാൻ എടുത്തു. കാണാത്തവരുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞി ബെല്ലൈക്കൺ ഉണ്ടാകും. അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സി യു.